ശ്രീകൃഷ്ണനും ക്രിസ്തുവും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് തുറന്ന മനസ്സോടുകൂടി ഒരാൾ ചോദിച്ചു. രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത സ്ഥിതിക്ക് നീ അഥവാ വല്ല ബന്ധവും ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ശ്രീകൃഷ്ണനെ കോപ്പിയടിച്ച് യേശുക്രിസ്തുവിൻ്റെ ജന്മം അർദ്ധരാത്രിയാണ്. രോഹിണി നക്ഷത്രം ജനിച്ചപ്പോൾ ക്രിസ്തു ജനിച്ചപ്പോഴും ഒരു നക്ഷത്രം ജനിച്ചു. എന്നിട്ട് ഹീരോദോസ് ചക്രവർത്തി 2 വയസ്സിന് താഴെയുള്ള എല്ലാവരെയും കൊല്ലാനായിട്ട് അവിടെ നിർദ്ദേശിച്ചു. ഇവിടെ കംസൻ നിർദ്ദേശിച്ചത് കോപ്പിയടിച്ചിട്ട് ബൈബിളിൽ അങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയതിൽ കുറച്ച് കമ്പാരിസൺ ഉണ്ട് എന്നുള്ളതല്ലാതെ വേറെ പ്രവൃത്തിയിലോ കർമ്മത്തിലോ ഒന്നിലും ഒരു കമ്പാരിസണും ഇല്ല, താരതമ്യം ചെയ്യാനും പറ്റില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം ഉദ്ധരിക്കാനാണ്. മാമേ വൈശ്യതി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. അല്ലയോ അർജുന, നീ ക്രിട്ടിക്കലായിട്ടുള്ള ഈ ക്രൈസിസ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന യുദ്ധക്ഷേത്രത്തിൽ നീ മറ്റൊന്നിനെയും കുറിച്ച് ചിന്തിക്കണ്ട. ഞാൻ പറയുന്നത് നീ കേൾക്കുക. നീ നിന്റെ ധർമ്മം, ക്ഷത്രിയൻ എന്ന ധർമ്മം അനുഷ്ഠിക്കുക. നീ നിന്റെ ക്ഷത്രിയ ധർമ്മം അനുഷ്ഠിക്കുക. സർവധർമാൻ പരിത്യജ്യ, മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട. മാമേകം ശരണം വ്രജ, ഞാൻ പറഞ്ഞ ആ കാര്യം മാത്രം പരമമാണ് എന്ന് പറഞ്ഞ് നിന്റേതായിട്ടുള്ള സ്വധർമ്മം അനുഷ്ഠിക്കുക. മാമേ വൈശ്യതി സത്യം തേ, ഞാൻ ആ രീതിയിൽ നിന്റെ കർമ്മം അനുഷ്ഠിച്ചാൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച, നിന്നെ എല്ലാ പാപത്തിൽ നിന്നും മോചിപ്പിക്കാം. കാരണം നീ ചെയ്യുന്നത് നിന്റെ സ്വധർമ്മമാണെങ്കിൽ ഒരു പോലീസുകാരനും ഒരു പട്ടാളക്കാരനും അതുപോലെ ഒരു ന്യായാധിപനും ഒരു ജഡ്ജിയും അവരുടെ സ്വധർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ പട്ടാളക്കാരൻ ശത്രുവിനെ കൊന്നാൽ നരഹത്യാ പാപമില്ല. ഒരു ജഡ്ജി ഒരു കുറ്റവാളിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ അയാളുടെ പേരിൽ മനുഷ്യ ഹത്യ നടത്താനുള്ള ഓർഡർ പ്രഖ്യാപിച്ച ആളാണ് എന്ന് പറഞ്ഞ് പാപമില്ല. അയാൾ ജഡ്ജിയുടെ കർമ്മത്തിലാണ് തൂക്കിക്കൊല്ലാനുള്ള വിധി ഉണ്ടാക്കിയത്. പട്ടാളക്കാരൻ്റെ ധർമ്മം അനുസരിച്ചിട്ടാണ് ശത്രുവിനെ വധിച്ചത്. സ്വരക്ഷയ്ക്ക് തീവ്രവാദികളെ കൊന്നത് എന്ന് പറയുന്നത് സ്വധർമ്മമാണ്. അതിൽ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പും ധർമ്മത്തിൻ്റെ നിലനിൽപ്പും വളരെ പ്രധാനമായതുകൊണ്ട് ഹേ അർജുന, ഞാൻ നിന്നോട് സത്യം ചെയ്യുന്നു. മാമേ വൈശ്യതി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ, ഏറ്റവും പ്രിയപ്പെട്ടവനായ നിന്നോട് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. സർവധർമാൻ പരിത്യജ്യ, മറ്റു വിധത്തിലുള്ള ചിന്തകളെല്ലാം ഇപ്പോൾ മാറ്റി നിർത്തിയിട്ട് മാമേകം ശരണം വ്രജ, ഞാനിപ്പോൾ പറയുന്നത് എന്താണ് എന്നുള്ളത് നീ അക്ഷരം പ്രതി അനുസരിക്കുക, നിന്റെ ധർമ്മം നീ അനുഷ്ഠിക്കുക. അതുകൊണ്ട് അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച, നീ ചെയ്യുന്നത് പാപമാണെന്ന ധാരണ നിന്നിൽ നിന്ന് മാറ്റി നിന്നെ ഞാൻ പാപധാരണയിൽ നിന്ന് മോചിപ്പിക്കാം. കൃഷ്ണൻ പാപധാരണയിൽ നിന്ന് മോചിപ്പിക്കാം. യേശുക്രിസ്തു പറഞ്ഞതായിട്ട് ഇവര് പറയുന്നത് നിന്റെ പാപമെല്ലാം ഞാൻ ഏറ്റെടുക്കുന്നു, എന്നിട്ട് ഞാൻ കുരിശിലേറിയിട്ട് നിന്റെ പാപത്തെ ഇല്ലാതെയാക്കുന്നു. എന്തൊരു വിരോധാഭാസമാണല്ലേ. ഒരാൾ തെറ്റ് ചെയ്തപ്പോൾ ശിക്ഷ വേറൊരാൾ അനുഭവിക്കാം. പൂജപ്പുര സെൻട്രൽ ജയിലിലുള്ള കുറ്റവാളികളെ അവരുടെ ശിക്ഷയ്ക്ക് വേണ്ടി ജസ്റ്റിസ് കൃഷ്ണയ്യരെ തൂക്കിലേറ്റുന്ന മാതിരി ഒരാളുടെ വിശപ്പിന് വേറൊരാൾ ഊണ് കഴിച്ചാൽ മതിയോ, ഒരാളുടെ ദാഹത്തിന് വേറൊരാൾ വെള്ളം കുടിച്ചാൽ മതിയോ, ഒരാൾ ക്ഷീണിച്ചതിന് വേറൊരാൾ വിശ്രമിച്ചാൽ മതിയോ, ഒരാൾക്ക് രോഗമുള്ളപ്പോൾ വേറൊരാളെ ചികിത്സിച്ചാൽ മതിയോ, ഒരാൾ ചെയ്ത പാപത്തിന് വേറൊരാളെ കുരിശിലേറ്റിയാൽ എന്തൊരു വിരോധാഭാസമാണ് അതല്ലേ. ഒരാൾ പാപം ചെയ്തപ്പോഴത്തേക്കും 2000 വർഷങ്ങൾക്ക് മുമ്പ് വേറൊരാളെ കുരിശിലേറ്റുക, നീ പാപിയാണെന്നും പറഞ്ഞിട്ട് വേറൊരുവനെ കുരിശിലേറ്റുക, എന്നിട്ട് നിന്റെ പാപത്തിന് വേണ്ടി അങ്ങേര് കുരിശിലേറിയെന്ന് പറയുക. എന്നാൽ കുരിശിലേറിയതോടുകൂടി നിന്റെ പാപം തീർന്നോ? അതില്ലതാനും, പിന്നെയും നീ പാപി തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാം. 21ാം നൂറ്റാണ്ടില് ഏറ്റവും മണ്ടത്തരം ടു ദ പവർ ഓഫ് മണ്ടത്തരം പറഞ്ഞുകൊണ്ട് നടക്കാം. ഇതാണ് കൃഷ്ണനും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസം. ഒരാൾ ചോദിച്ചതാണ്, നിന്റെയൊക്കെ പാപത്തിനെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ കുരിശിലേറിക്കോളാം എന്ന് പറയുന്ന ഒരു വ്യക്തി, ഒരു ദൈവപുത്രൻ, മറ്റൊരു അവതാരം നിന്നെ പാപത്തിൽ നിന്ന് ധാരണയിൽ നിന്ന് മോചിപ്പിക്കാം. ഞാൻ ഏറ്റെടുക്കല്ല, നിന്റെ പാപം അത് പാപമല്ലെന്ന് നിന്നെ ബോധ്യപ്പെടുത്താം. കാരണം നിന്റെ ക്ഷത്രിയൻ എന്ന രീതിയിൽ നീ നിന്റെ ധർമ്മമാണ്. അധർമ്മത്തിനെതിരെയും രാഷ്ട്രത്തെ നശിപ്പിക്കുന്ന ശക്തികൾക്കെതിരെയും അസത്യം, അധർമ്മം, അനീതി, അന്യായം ചെയ്യുന്നവരിൽ നിന്ന്
ഒരു രാഷ്ട്രത്തെയും ജനതയെയും സംരക്ഷിക്കുന്ന കർത്തവ്യമാണ് നീ ചെയ്യുന്നതെങ്കിൽ അതിൽ പാപമില്ല. അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. നിന്നെ ആ പാപ ധാരണയിൽ നിന്ന്, പിതാമഹനെ കൊല്ലുന്നു, ആചാര്യനെ കൊല്ലുന്നു, അല്ലെങ്കിൽ ബന്ധുക്കളെ കൊല്ലുന്നു എന്ന പാപപങ്കിലമായ ധാരണയിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കാം. ഇതാണ് ക്രിസ്തുവും കൃഷ്ണനും തമ്മിൽ. ഒരാള് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും പാപികളുടെ പാപം വാങ്ങിച്ചുകൊണ്ട് കുരിശിലേറി ഏലി ഏലി ലമാ സബക്താനി എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റേ ആള് ചങ്കൂറ്റത്തോടുകൂടി അധർമ്മത്തിനും അനീതിക്കും അന്യായത്തിനും അസത്യത്തിനും എതിരെ പ്രവർത്തിക്കാനായിട്ട് രഥം ഓടിച്ച് ശത്രുക്കളെ ഇല്ലാതെയാക്കാനായിട്ട് പറയുന്നു. നീ പാപപങ്കിലമായ ജീവിതത്തിലേക്ക് കടക്കില്ലെന്ന് വാക്ക് തരുന്നു. കാരണം അത് നിന്റെ ധർമ്മമാണ്. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം.